ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി നെൽകൃഷിക്ക് വ്യാപകമായ രീതിയിൽ കുമിൾ ബാധയേറ്റു. വിവിധ പാടശേഖരങ്ങളിലായി 30-ലധികം ഏക്കർ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ പെട്ടെന്ന് വ്യാപിച്ച രോഗത്താൽ നശിച്ചുപോയി. നെൽപ്പാടം കർഷകർക്ക് കണ്ണീർ പാടമായി മാറുകയാണ്. ഇതിൻ്റെ അധ്വാനം മൊത്തത്തിൽ പോയി കഴിഞ്ഞു. അതായത് ഞാൻ കടം പിടിച്ച് ഇറക്കിയതുകൊണ്ട്, ഞാൻ കൂലിപ്പണിക്ക് പോകണേന് കൂലിപ്പണി കൊടുന്ന് എല്ലാ പൈസ ഇറക്കിയതുകൊണ്ട് ഇപ്പം നമ്മൾ വെറും ഒരു പൂജ്യത്തിലായി കഴിഞ്ഞു. അത്രയാണ് പറയുന്നത്. പിന്നെ എന്ത് പറയണമെന്ന് വെച്ചാൽ അറിയണില്ല ഇത് കണ്ട സ്ഥിതിക്ക്. നെക്ക് ബ്ലാസ്റ്റ് എന്ന തീവേഗത്തിൽ പടരുന്ന രോഗമാണ് ബാധിച്ചത്. പാട്ടകർഷകനായ കുഞ്ഞപ്പ നെൽച്ചെടികളെ ചേർത്തുപിടിച്ച് പൊട്ടിക്കരയുന്ന ദൃശ്യം ആരെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു. ഈ നുരിമെന്ന് നമുക്കൊരു ചുരുട്ട് മാതിരിക്കത്തെ നെല്ല് നുരിയാണ് നമുക്ക് നിലവിലുള്ളത്. ഈ നെല്ല് കണ്ടാൽ നമുക്ക് നെല്ല് പോയിക്കൊണ്ട് തോന്നില്ല. ഈ നെല്ല് പോയി നിൽക്കുകയാണ് ഓൾറെഡി. പിന്നെ അതായത് ഒരു കതിരിന് വന്നു കഴിഞ്ഞാൽ അടുത്ത കതിർമൊക്കെ പിടിച്ചും പിറ്റത്തെ കതിരും അതേമാതിരിക്ക് ആവുകയാണ്. ആവുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പിടിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളത് നോക്കുമ്പോൾ അത് നടക്കണില്ല. അത് നടക്കില്ല എന്നെല്ലാം മനസ്സിലായി. നമ്മൾ സാർമാർക്ക് വിളിച്ചു, കൃഷി ഓഫീസർമാർക്ക് എല്ലാവർക്കും വിളിച്ചു. അവർ നമ്മളെടുത്ത് വരുന്നു. വന്ന് നോക്കുമ്പോൾ നെല്ല് പോയതാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിന്നപ്പോഴാണ് ഒരു കണ്ടത്തിന് കണ്ടപ്പോൾ അതാണെന്ന് കരുതി സമാധാനപ്പെട്ടു നിന്നു. ഇപ്പോൾ ഇത് അടച്ചു പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, നെല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ല നിവർത്തിയും നെല്ല് നിർത്താൻ സാധിച്ചില്ല, നെല്ലിനെ നമുക്ക് പിടിച്ച് നിർത്താനും സാധിച്ചില്ല. അപ്പം ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഇനി കൃഷി ഓഫീസർമാരും വേണ്ടപ്പെട്ട അധികാരികളും അതിന് വേണ്ടത് എന്താ വെച്ചെങ്കിൽ ചെയ്യുക. നമ്മൾക്ക് പോകാനത് പോയി കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു. നെല്ലിനെ ബാധിക്കുന്ന ഒരു ഫംഗസ് രോഗമാണ് നെക്ക് ബ്ലാസ്റ്റ്. നെൽച്ചെടിയിൽ കതിർക്കുലകൾ ചേരുന്ന ഭാഗത്ത് കറുത്ത പാട് വന്ന് കതിരുകൾ ഒടിഞ്ഞ് കുല വാടിപ്പോകുന്നു. നെന്മണി ഉറയ്ക്കാതെ പതിരായി മാറുന്നു. നിറം കണ്ടാൽ വിളഞ്ഞു നിൽക്കുന്നതായി തോന്നും. പെട്ടെന്നാണ് വ്യാപനം. രോഗബാധ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ കുമിൾനാശിനികൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാമെങ്കിലും രോഗം ബാധിച്ച ഉടൻ അറിയാൻ പ്രയാസമാണ്. നെക്ക് ബ്ലാസ്റ്റ് മൂലം പാട്ടത്തിനെടുത്ത 5 ഏക്കർ കൃഷിയാണ് കുഞ്ഞാപ്പയ്ക്ക് നഷ്ടമായത്. സ്വന്തം അധ്വാനത്തിന് പുറമെ 2,60,000 രൂപ കടമെടുത്താണ് കൃഷിയെ എന്നും ഹൃദയത്തിലേറ്റുന്ന കുഞ്ഞാപ്പ ഇത്തവണ നെൽകൃഷി ഇറക്കിയത്. തിരൂർക്കാട് പടിഞ്ഞാറേപ്പാടം പാടശേഖരത്തിലെ തന്റെ നെൽപ്പാടത്ത് ഒരു കതിരുപോലും ബാക്കി അവശേഷിക്കാതെ നശിച്ചുപോയത് സഹിക്കാനാകാതെ കുഞ്ഞാപ്പ പൊട്ടിക്കരഞ്ഞു. ഇതിൻ്റെ അധ്വാനം മൊത്തത്തിൽ പോയി കഴിഞ്ഞു. അതായത് ഞാൻ കടം പിടിച്ച് ഇറക്കിയതുകൊണ്ട്, ഞാൻ കൂലിപ്പണിക്ക് പോകണേന് കൂലിപ്പണി കൊടുന്ന് എല്ലാ പൈസ ഇറക്കിയതുകൊണ്ട് ഇപ്പം നമ്മൾ വെറും ഒരു പൂജ്യത്തിലായി കഴിഞ്ഞു. അത്രയാണ് പറയുന്നത്. പിന്നെ എന്ത് പറയണമെന്ന് വെച്ചാൽ അറിയണില്ല ഇത് കണ്ട സ്ഥിതിക്ക്. ഇപ്പം നമ്മൾ നെല്ലിൻ്റെ അടുത്തേക്ക് വരും, നമ്മൾ പോകും. നെല്ലിൻ്റെ അടുത്ത് നമ്മളിപ്പോഴും വരും. നമ്മൾ എല്ലാ കണ്ടങ്ങളും ഇപ്പോഴും റൗണ്ട് അടിച്ചിട്ട് പോകും. നമ്മൾ 7 ഏക്കർ സ്ഥലത്തും നമ്മൾ നെല്ലിൻ്റെ അടുത്ത് കൂടി നമ്മൾ പോകും. കുറച്ച് സ്ഥലം നമ്മൾ അതിൻ്റെ വ്യക്തികൾക്ക് തന്നെ നമ്മൾ നെല്ലുണ്ടാക്കി അവരെ പേരിൽ തന്നെ നെല്ലിനെ കൊടുക്കാൻ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് 5.5 ഏക്കർ നെല്ല് 5 ഏക്കർ നെല്ല് നമുക്ക് ഗവൺമെൻറ്റിക്ക് നമ്മളെ പേരിൽ സ്വീകരിച്ചുള്ളൂ. അതിൻ്റെ പേരിൽ അവരോട് തന്നെ നമ്മളുണ്ടാക്കിയ നെല്ല് നിങ്ങളെ പേരിൽ തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അവരതിന് സ്വീകാര്യമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഉറപ്പിച്ച് വെച്ചതും കാര്യങ്ങൾ ചെയ്തതും. ഇനി വരുന്ന എന്താണെന്ന് ഒരു ഐഡിയ നമുക്കില്ല. 60 ഏക്കറാണ് ഈ പാടശേഖരത്തിൻ്റെ ഇത്. പാടശേഖരം 60 ഏക്കറാണ്. ഇൻഷാ അല്ലാഹ് മിക്കവാറും അരിപ്രായമായും തിരൂർക്കാടിൻ്റെ പുളിയൽക്കുളത്തിൻ്റെ അതുവരെ ഉള്ള ഒരു പാടശേഖരമാണ്. അപ്പോൾ അതിൽ എല്ലാവരും ഇതിലായിട്ട് രോഗം എല്ലായിടത്തും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും പറയാൻ എനിക്കിത് കുഴപ്പമില്ല എന്ന് പറയാൻ ആർക്കും തയ്യാറില്ല. കാരണം ധൈര്യപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും രോഗമുണ്ട്. കുഞ്ഞാപ്പയെ പോലെ പാട്ടത്തിനും സ്വന്തം വയലിലും കൃഷി ഇറക്കിയ 20ഓളം കർഷകരുടെ നെല്ല് കണ്ണീരിൽ കുതിർന്നു. അങ്ങാടിപ്പുറത്ത് പൂപ്പലം, കൈലിപ്പാടം, വലമ്പൂർ വെസ്റ്റ്, അരിപ്ര തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് അതിവേഗം നെക്ക് ബ്ലാസ്റ്റ് വ്യാപിച്ചത്. കൃഷിഭവനിൽ നിന്ന് മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് പരിശോധനയ്ക്കായി സാമ്പിൾ അയച്ചിട്ടുണ്ട്.